ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എൻ്റെ റെസിപ്പി മുഹറം സ്പെഷ്യൽ ബീഫ് ഇറച്ചിപ്പോള. വളരെ രുചികരമായ ബീഫ് ഇറച്ചിപ്പോളയാണിത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ നമുക്കിതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിൽ വളരെ കനം കുറച്ച് അരിഞ്ഞ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം മൂത്ത് വരട്ടെ. ഇനി നമുക്ക് 2 സവാള ചോപ്പറിലിട്ട് പൊടിയായി അരിഞ്ഞതാണ് ഞാനിതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് തന്നെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. 5 മിനിറ്റ് ആവും ഇതൊന്ന് വഴണ്ട് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില പൊടിയായി അരിഞ്ഞതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. നമ്മുടെ സവാള ഇപ്പോൾ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇവയെല്ലാം ചേർത്ത് ഇനി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കിട്ടണം കേട്ടോ. അതുവരെ വേണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ. എന്നിട്ട് വേണം വേവിച്ച് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് വെച്ച നമ്മുടെ ബീഫ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 250 ഗ്രാം ബീഫാണ് കേട്ടോ പൊടിച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് വേവിച്ചെടുത്ത നമ്മുടെ ബീഫാണിത്. നിങ്ങൾക്ക് ഈ ബീഫ് എങ്ങനെ വേണമെങ്കിലും വേവിക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വേവിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്തിട്ട് കുക്കറിലിട്ട് ഒരു 5-6 വിസിലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് നന്നായി വെന്ത് വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 താറാമുട്ടയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. താറാമുട്ട വെച്ചിട്ടാണ് ഞാൻ ഈ ബീഫ് കേക്ക് തയ്യാറാക്കിയത്. കണ്ടോ, കോഴിമുട്ട വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. ഞാനിവിടെ 4 താറാമുട്ട നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ മസാലക്കൂട്ട് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ബീഫിൻ്റെ ഈ കൂട്ട് ഇതിലേക്കിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചിക്കനും കോഴിമുട്ടയും വെച്ചിട്ടുണ്ടാക്കുന്ന ഇറച്ചിപ്പോളയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് കാണാൻ മറക്കല്ലേ. ഇനി നമുക്ക് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കേക്ക് പാൻ എടുക്കാം. എന്നിട്ട് അടിയിലേക്ക് നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണയോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കൂട്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒരു 8 ആൾക്ക് കഴിക്കാനുള്ള പീസാണ് കേട്ടോ നമുക്ക് ഈ കേക്കിൽ നിന്ന് കിട്ടുക. ഇതൊരു ചെറിയ കേക്ക് പാനാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഒരു 8 ആൾക്കൊക്കെ കഴിക്കാനുള്ള പീസേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയുള്ളൂ. നന്നായിട്ട് ഒപ്പം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്കിട്ട് ഇതുപോലെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. 20 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്നപ്പോൾ നോക്കൂ, നമുക്കൊരു സ്പൂൺ വെച്ചോ ഒരു ഉരുക്കിളി വെച്ചോ ഇതുപോലെ നമുക്കൊന്ന് കുത്തി കൊടുക്കാം.
ഞാനിത് ഒരു സ്പൂൺ പോലെയുള്ള ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് കുത്തിക്കൊടുത്തത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഈ കേക്ക് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഭാഗം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ബീഫ് പോള ഇവിടെ തയ്യാറായി കഴിഞ്ഞു. മുഹറമൊക്കെ വരികയല്ലേ, നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ബീഫ് കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ നമുക്കുണ്ടാക്കാൻ കഴിയുന്ന ഒരു ബീഫ് പോളയാണിത്. അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോയുമായി കാണാം.